പാലക്കുന്ന് ചിറമ്മൽ മലാങ്കുന്ന് തല്ലാണി തറവാട്ടിൽ 2026 ഏപ്രിൽ 3-ാം വാരം നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2026 ഏപ്രിൽ 17 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് പാലക്കുന്ന് കഴകം ചിറമ്മൽ പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചിറമ്മൽ മലാങ്കുന്ന് തല്ലാണി വയനാട്ടുകുലവൻ തറവാട്ടിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള കലവറ നിറക്കൽ ചടങ്ങ് ഏപ്രിൽ 16 രാവിലെ 8:30 9:29 ഇടയിലുള്ള മുഹൂർത്തത്തിലും കൂവമളക്കൽ മാർച്ച് 21 രാത്രി 7:34 8:14 ഇടയിലുള്ള മുഹൂർത്തത്തിലും നടക്കും. ഞായറാഴ്ച രാവിലെ ജോത്സർ MV തമ്പാനപടിക്കർ രാശിചിന്ത നടത്തിയാണ് തെയ്യംകെട്ടിന്റെയും അനുബന്ധ ചടങ്ങുകളുടെയും തീയതിയും മുഹൂർത്തവും കുറിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മുടെ തെയ്യംകെട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദേവപ്രശ്ന ചിന്ത നടത്തി തീയതികൾ മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിക്കൽ അതിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. പക്ഷെ നിർഭാഗ്യവശാല് കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമുക്ക് കണ്ടുവരുന്നൊരു പ്രവണത, നമ്മൾ യാതൊരു തറവാടുകളിൽ ദേവപ്രശ്ന ചിന്ത നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ തീയതികൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു വരുന്ന നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതെന്തായാലും നമുക്കൊരു ശ്രദ്ധിക്കാൻ കഴിയുന്നതല്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഈ മഹോത്സവ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവപ്രശ്ന ചിന്തയും തന്നെയാണ്. അന്നാണ് നമ്മൾ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുന്നതോട് ഒരു അഭ്യർത്ഥന, ദയവീത് ഈ ഒരു അനുഷ്ഠാന ചടങ്ങിന്റെ പ്രാധാന്യം കുറക്കുന്ന രീതിയിലുള്ള ഇത്തരം വാർത്തകൾ, കാരണം ഇന്നത്തെ തീയതി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ തീയതി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ തറവാട്ടിലെ തീയതികൾ പ്രസിദ്ധീകരിക്കുന്ന തടസ്സമില്ല. പക്ഷെ അതേ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാലം കൂടി പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഇന്നത്തെ ഈ ചടങ്ങിന്റെ പ്രസക്തി കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് ദയവ് ചെയ്ത് എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കടകം മുഖ്യകർമ്മി സുരേഷ് പൂജാരി, ക്ഷേത്രം കൊയ്മ മുങ്ങത്ത് കുമാരൻ നായർ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ ചൂരിത്തോട്, പാലക്കുന്ന് കഴകം ഭരണസമിതി ജനറൽ സെക്രട്ടറി PK രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരമങ്ങാനം, പെരിയ പുലിഭൂത ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് C കമലാക്ഷൻ, പൗരപ്രമുഖരായ പെരളടക്കം ബാലകൃഷ്ണൻ നമ്പ്യാർ, ബലരാമൻ നമ്പ്യാർ, മാലിംഗൻ മുന്നാട്, രാഘവൻ നായർ പെരിയ, KVS ബാലകൃഷ്ണൻ, ബാബു മണിയങ്ങാനം, ഐശ്വര്യകുമാരൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക സമിതി സെക്രട്ടറി സുദീപ് കുന്നുമ്മൽ ഭാരവാഹികളുടെ പാനൽ അവതരിപ്പിച്ചു. തറവാട് കമ്മിറ്റി സെക്രട്ടറി നാരായണൻ കടപ്പുറം സ്വാഗതവും ട്രഷറർ PV കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളായി CH നാരായണനെ ചെയർമാനായും അഡ്വക്കേറ്റ് K ബാലകൃഷ്ണനെ വർക്കിംഗ് ചെയർമാനായും PV കുഞ്ഞിരാമനെ ജനറൽ കൺവീനറായും T രാജൻ മലാങ്കുന്നിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കണ്ടനാർ കേളം തെയ്യത്തിന്റെ കോലധാരിയായി ജിജു മോഹൻ കൊളത്തൂരിനെയും വയനാട്ടുകുലവന്റെ കോലധാരിയായി ജയൻ കുറ്റിക്കോലിനെയും നിശ്ചയിച്ചുറപ്പിച്ചു. കുട്ടിൻ കടപ്പുറത്തിനാണ് തൊണ്ടച്ചന്റെ ചൂട്ടൊപ്പിക്കൽ കർമ്മം നടത്താനുള്ള നിയോഗം ലഭിച്ചത്. മഹോത്സവത്തിലേക്കുള്ള ആദ്യ നിധിയായി തറവാട് കമ്മിറ്റി 10 ലക്ഷം രൂപയുടെ ചെക്ക് സകലരെയും സാക്ഷിയാക്കി ചെയർമാനെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.